എല്ലാ ചരക്കുകളിലും വെച്ചേറ്റവും ആദ്യം മൂല്യം ഘടിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായത് സ്വർണത്തിനും വെള്ളിക്കുമാണെന്നതാണ് മറ്റാരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള സംഗതി. പിതൃതന്ത്ര കാലഘട്ടത്തിൽ സ്വർണവും വെള്ളിയും കട്ടികളുടെ രൂപത്തിലാണ് മാറ്റക്കച്ചവടം ചെയ്യപ്പെട്ടിരുന്നത്, വിനിമയം ചെയ്യപ്പെട്ടിരുന്നെങ്കിലും അന്നുതന്നെ ആധിപത്യത്തിനുള്ള പ്രകടമായ പ്രവണത അവയിൽ കാണപ്പെടുകയും അവയ്ക്കൊരു പ്രത്യേക മുൻഗണന ലഭിക്കുകയും ചെയ്തിരുന്നു. പതുക്കെയായി പരമാധികാരികൾ അവ ഏറ്റെടുക്കുകയും അവയിൽ തങ്ങളുടെ മുദ്ര കുത്തുകയും ചെയ്തു. ഈ പരമാധികാര അഭിഷേകത്തിൽ നിന്നാണ് പണം വാണിജ്യത്തിൻ്റെ ശക്തിയേറിയ ആഘാതങ്ങളെല്ലാം ഏറ്റാലും നിശ്ചിതമായൊരു ആനുപാതിക മൂല്യം നിലനിർത്തുകയും എല്ലാ കൊള്ളകൊടുക്കലുകൾക്കും സ്വയം സ്വീകാര്യമാക്കുകയും ചെയ്യുന്ന ആ സർവോത്കൃഷ്ടമായ ചരക്ക് ജന്മം കൊണ്ടത്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും സവിശേഷ സ്വഭാവത്തിന് കാരണം ഞാൻ ആവർത്തിക്കുന്നു. അവയുടെ ലോഹഗുണം അവയുടെ ഉൽപ്പാദനത്തിലുള്ള വൈഷമ്യവും സർവോപരി സർക്കാർ അധികൃതരുടെ ഇടപെടലും മുഖേന ആദ്യകാലത്ത് തന്നെ അവയ്ക്ക് ചരക്കുകൾ എന്ന നിലയിൽ സ്ഥിരതയും പ്രാമാണികതയും ലഭിച്ചിരുന്നു. തത്വശാസ്ത്രത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന്